വിശേഷങ്ങള് സുഖല്ലേ? അൽഹംദുലില്ലാ നമ്മളിവിടെ സുഖമായിട്ട് ഇരിക്കുന്നു കേട്ടോ. ഇവർക്ക് പനി കുറഞ്ഞിട്ടുണ്ട്. പൊന്നൂസിന്റെ കാൽമേൽ ഇങ്ങനെ മുറിവുണ്ട്. പിന്നെ കഫക്കെട്ട് കുത്തിരി തോന്നുന്നുണ്ട്. അതുകൊണ്ടാട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്കൊരു അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ. ആരാ അയച്ചതെന്ന് വിളിച്ച് പറഞ്ഞിട്ടില്ല. എന്താ ഇതിൻ്റെ ഉള്ളിലെന്ന് എനിക്കറിയില്ല. അപ്പം ഇങ്ങനെ കിട്ടിയപ്പോൾ അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുക. ഒന്നാമത് അയക്കുമ്പോൾ ഓലെ അഡ്രസ്സും ഇവിടെ വക്കലുണ്ട്, അത് വെച്ചിട്ടില്ല കേട്ടോ. അപ്പം അങ്ങനെ കൊടുത്തിട്ടുള്ളൂ. എന്നാലും എൻ്റെ മനസ്സിൽ ചെറിയൊരു സംശയം ഉണ്ട് കേട്ടോ. പക്ഷെ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നമുക്കിതൊന്ന് തുറന്ന് നോക്കണം. എപ്പോഴും ഇനി എൻ്റെ കുട്ടികളെ മനസ്സിൽ വെക്കുന്ന ഒരാളുണ്ട്, എന്ത് സാധനം ഓരിയൊക്കെ ആണെങ്കിലും. അപ്പോൾ നമുക്കൊന്ന് പൊളിച്ച് നോക്കാം കേട്ടോ. ആരാണ് എന്താണ് എന്നൊക്കെ അറിയാൻ. ആരെന്താണെന്നൊന്നും മനസ്സിലാവണില്ല. അപ്പോൾ നോക്കാം. കത്തി എവിടെടാ? കത്രിക ഇവിടെ പരസ്യമൊക്കെ കാണാൻ അവിടെ മുറിച്ചണ്ടേ? എവിടെയെങ്കിലും മുറിച്ച് ഇതിനെ മുറിച്ചാൽ അയാൾ മുറിച്ചൂട്. ഈ ആദ്യം അതിൻ്റെ ഉള്ളിൽ തപ്പാതെ ആദ്യം ഇത് പൊട്ടിച്ചത്. ആദ്യം കഴിഞ്ഞിട്ടൊക്കെ എന്താ അവിടെയൊക്കെ പൊട്ടിക്ക്, കയ്യെടുക്ക്. ആണ് കേട്ടോ, ഞാൻ ഉദ്ദേശിച്ച ആള് തന്നെയാണ്. എൻ്റെ മനസ്സിലുണ്ട് ഇങ്ങനെ ഇന്നാണ് രാവിലെ കൊറിയർ വരുന്നുണ്ട് എന്ന് വിളിച്ച് പറഞ്ഞു കേട്ടോ. അപ്പോൾ തന്നെ എൻ്റെ മനസ്സിലുണ്ട് ആളായിരിക്കുമെന്ന്. എന്താ വെച്ചാൽ എന്ത് സാധനമാണെങ്കിലും ഓരി വെക്കുമ്പോൾ ഇപ്പോൾ കുറച്ചായിട്ട് എൻ്റെ മക്കളെ എപ്പോഴും ഉൾപ്പെടുത്തുന്ന ഒരാളാണ്. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ. അപ്പൊ ആരായിരിക്കും ഏകദേശം ഒക്കെ ഒരു രൂപം നിങ്ങൾക്ക് കിട്ടിക്കൂലേ? ഓള് പാക്ക് ചെയ്യണ കണ്ടിക്കൂലേ നിങ്ങള്? അപ്പൊ എന്നും എന്റെ മക്കളെ ഓളോ മനസ്സിലില്ലോണ്ടേ ഒരു ഭയങ്കര സന്തോഷം. അത് ഓരോന്നിച്ചെടുത്ത് കാണിച്ചു കൊടുക്കും. അപ്പൊ ആരുമല്ല, നമ്മളെ സിലു തന്നെയാണ് കേട്ടോ. ഞാൻ എൻ്റെ മനസ്സിൽ നല്ലോണം ഉണ്ട് ഓളെന്നെ ആയിരിക്കുന്ന്. പിന്നെ നമ്മള് പേരൊന്നും വെക്കാത്തോണ്ട് അറിയില്ല. പക്ഷെ ഞാൻ ഓളെ വീഡിയോസൊക്കെ എല്ലാം കാണുന്ന ആൾ തന്നെയാണ്. അപ്പോൾ എന്താ മനസ്സിലുണ്ടായിരുന്നു നമുക്ക് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് സിലു തന്നെ ആയിരിക്കുന്ന്. ഭക്ഷണ കാര്യങ്ങളിലൊക്കെ എപ്പോഴും എന്താ എൻ്റെ മക്കളെ ഓളെ മനസ്സിൽ എപ്പോഴും ഉൾപ്പെടുത്തലുണ്ട് കേട്ടോ. അപ്പൊ എന്തൊക്കെയുണ്ട് നമുക്ക് നോക്കാട്ടോ. ആദ്യമായിട്ട് ഉപ്പ് കേട്ടോ, ഉപ്പിന്റെ ഒരു പാക്ക്, പിന്നെ ആട്ടപ്പൊടിന്റെ ഒരു പാക്ക്. അൽഹംദുലില്ലാ മാഷാ അല്ലാഹ്. ചെറുപയറ്, കടല, പിന്നെ ഹോർലിക്സ് കുഞ്ഞുകുട്ടികൾക്ക് ആയിരിക്കും കേട്ടോ കലക്കി കൊടുക്കാന്. പിന്നെ റവ, സോയാബീന് നിക്ക് അങ്ങനെ മാന്തലി എല്ലാം തരും. സേമിയ 3 പാക്ക് ഉണ്ട് കേട്ടോ മാഷാ അല്ലാഹ്. പിന്നെ കുഞ്ഞുകുട്ടികൾക്കായിരിക്കും രാഗി കേട്ടോ. പിന്നെന്താ ഇതെന്താടാ, ഇതും ആട്ടപ്പൊടി തന്നെ തോന്നുന്നു അല്ലേ? ആട്ടപ്പൊടി, ചായപ്പൊടി കേട്ടോ. പിന്നെ മഞ്ഞപ്പൊടിന്റെ പാക്ക്, കടല, കടുക്, മുളകും പൊടി, മല്ലിപ്പൊടി, വിമ്മിന്റെ കട്ട, കടല, മറ്റേ കടല കേട്ടോ. ഇതെന്താ സാധനം എന്ന് കിട്ടാത്തവരോട് മെസ്സേജ് ഇട്ട് കാണി ചോദിച്ചു നോക്ക്. ഞങ്ങൾക്ക് ഇതൊന്നും അറിയില്ല.
ഇതാ പൊരിക്കണ സാധനം ഒന്നുണ്ട് അല്ലേ? ഇത് പൊരിക്കണേ അവിടെ ഉണ്ടാ? ബദാം ഇച്ചുവിനെ കാണുന്നുണ്ടോ അവിടെ? ബദാം തരും അവിടെ നിൽക്കും, എല്ലാവർക്കും തരും. മുന്തിരി, പിന്നെ പാസ്ത കേട്ടോ. ഇവനെ പാസ്ത എന്നും പറയും. പാസ്ത എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കിക്കാണ്ട് ചെയ്യണം ഇൻഷാ അല്ലാഹ്. ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലല്ലോ സാധനം, ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ ഒരു ബോക്സ് കേട്ടോ, ഓളെ വീഡിയോസിലൊക്കെ ഞാൻ കണ്ടിരിക്കണ ഓളെ കുട്ടികൾക്ക് ഇങ്ങനെ ലഞ്ചൊക്കെ അറേഞ്ച് ചെയ്യണത് കേട്ടോ. അപ്പോൾ ചെറിയൊരു ബോക്സും വെച്ചിട്ടുണ്ട്. അത് കറിയോ കൂട്ടാനൊക്കെ വെക്കാനടി നല്ല ഭംഗിയുണ്ട് കാണാൻ. എന്റെ മനസ്സിൽ എന്നും ഉണ്ടല്ലോ എന്റെ കുട്ടികള് ഒരു ഭക്ഷണത്തില് ഒരു ഓരി എന്റെ കുട്ടികൾക്കും മാറ്റി വെക്കണുണ്ട്. അതിനുള്ള ഹയറും ബർക്കത്തും റബ്ബ് എനിക്ക് തരും. എന്താ പറയണ്ട അറിയണില്ല, അത്ര സങ്കടമുണ്ട്. ഒരുപാട് സാധനം ഉണ്ട്. കഴിഞ്ഞ പൊരി ഉണ്ട് കേട്ടോ അതില്. അത് നമ്മളെ ലിനു വേഗം കണ്ട് എടുത്തു വരുന്നു കേട്ടോ. എന്നും മനസ്സിലുണ്ടാവും, മറക്കൂല. അപ്പൊ ഈ പ്രാവശ്യം ഒരുപാട് സാധനങ്ങളുണ്ട്. നേരൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടി നിൽക്കുന്ന ഒരു ടൈമാണ് ഞങ്ങള്. അസുഖവും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ നേരത്തെ ഭക്ഷണപ്പൊതി എത്തിച്ച് തന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള പ്രതിഫലം റബ്ബ് നിനക്ക് തരാക്കൂല. പിന്നെ എന്താ പറയണ്ട, എന്താ അറിയതോ പറയണല്ലേ. എല്ലാത്തിന്റെ മാതിരി അല്ലല്ലോ അല്ലേ നമുക്ക് ഭക്ഷണപ്പൊതികളൊക്കെ എത്തിച്ചു തരുമ്പോ അത് വല്ലാത്തൊരു എന്താ പറയാ, വല്ലാത്തൊരു സന്തോഷാണ്. നമുക്ക് ആഗ്രഹിക്കുന്ന സാധനങ്ങളൊക്കെ കിട്ടുക എന്ന് പറയുമ്പോഴേ നമുക്ക് എല്ലാവർക്കും ഒന്നും ഇതുപോലെ വാങ്ങി തരാനും വാങ്ങാനും കഴിയില്ല. അപ്പൊ ഇങ്ങനെ തരുമ്പോ ഒരുപാട് സന്തോഷം എന്തെന്നില്ലാത്ത. ഇതിലങ്ങനെ ഒരുപാട് ആളുകൾക്ക് കൊടുക്കുന്നുണ്ട്. ഒരിക്കലും അർഹത അല്ലോൽക്ക് തന്നെയാണ് സിലു എത്തിക്കല്. എനിക്കറിയാം, എൻ്റെ വീഡിയോസിലൊക്കെ ഞാൻ ശ്രദ്ധിക്കലുണ്ട്. എനിക്കത് അർഹതപ്പെട്ടുകൊണ്ട് തന്നെ ഞാൻ വാങ്ങണ ഒരുപാട് സന്തോഷത്തോട് കൂടി കണ്ട്. അപ്പൊ എന്താ പറയണ്ടല്ലോ, ഒരുപാട് സന്തോഷം കേട്ടോ സിലോ. അപ്പൊ എല്ലാരും കണ്ടില്ലേ നമ്മളെ ഗിഫ്റ്റൊക്കെ. ഇപ്രാവശ്യം ഒരുപാട് സാധനങ്ങളോട് കൊടുത്തയച്ചിട്ടുണ്ട് അല്ലേ. ഒരുപാട് ആളുകൾക്ക് ഇതിന്റെ കിറ്റൊക്കെ കൊടുക്കുന്നുണ്ടോള്. അപ്പൊ അർഹതപ്പെട്ടവർക്കല്ലേ നമുക്കത് എത്തിക്കേണ്ടത്. അപ്പോൾ കുഞ്ഞുമക്കളൊന്നും മറന്നിട്ടില്ല കേട്ടോ. ഒരായും ഹോർലിക്സും പൊടിയും ബൂസ്റ്റും പൊടിയും ഒക്കെ കൊടുത്തയച്ചിട്ടുണ്ട് കേട്ടോ കുട്ടികൾക്ക്. ഇതിലേക്ക് വെക്ക് കുട്ടികൾക്കൊക്കെ. അപ്പൊ ഒരു മാസത്തേക്കുള്ള എല്ലാ ഐറ്റം സാധനങ്ങളും, പിന്നെ പ്രത്യേകിച്ച് സ്കൂൾക്ക് പോണ കുട്ടികളുള്ള വീടല്ലേ. അപ്പോൾ നമ്മളെ ചെറുപയർ മമ്പയർ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കുറെ മുന്നൊക്കെ ഞാൻ കുറെ കൊടുന്ന് വെച്ചിരുന്നു. ഇപ്പൊ അതിനൊന്നും നമുക്ക് കഴിയാത്തോണ്ടേ അങ്ങനെ കൊടുന്ന് വെക്കലില്ല കേട്ടോ. അതൊക്കെ കണ്ടറിഞ്ഞ് കണ്ട് തരുന്നതേ ഒരു സന്തോഷല്ലേ നമുക്ക്. എല്ലാ സാധനങ്ങളും ഹോർലിക്സ് ഒക്കെ ഉണ്ട്. ഇങ്ങനെ ഒരു സാധനം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല പറഞ്ഞാല് സിലു കിറ്റ് കൊടുക്കുന്നുണ്ട് പറഞ്ഞപ്പോ തന്നെ എൻ്റെ മനസ്സിലുണ്ട് അതിലൊരു ഓരി എപ്പോഴും എൻ്റെ മക്കൾക്കോള് മാറ്റി വെക്കലുണ്ട്. എന്താ വെച്ചാല് ഭക്ഷണ പദാർത്ഥങ്ങൾ അതിന് നമ്മൾ എവിടെയും അന്നം മുട്ടരുത് അല്ലേ. അപ്പം എൻ്റെ മക്കളൊക്കെ ഭക്ഷണം കഴിക്കണമൊക്കെ ഓള് കാണുന്നതാണ്. അതിലൊരു ഓരി എനിക്ക് ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട്. എന്നാലും ഓൾ ഒരിക്കലും വിളിച്ച് പറഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ കൊറിയർ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ മനസ്സിൽ കരുതിട്ടോ സിലുവിൻ്റെ കിറ്റ് ആയിരിക്കും എന്ന്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഇതിമേലൊന്നും ഒന്നുമില്ല കേട്ടോ. ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടായിരിക്കും. അപ്പോൾ നോക്കിയപ്പോൾ എനിക്ക് സംഭവം പിടിച്ചപ്പോൾ ഏകദേശമൊക്കെ രൂപം കിട്ടി നമ്മളെ ഭക്ഷണം കിറ്റായിരിക്കും എന്ന്. അൽഹംദുലില്ലാഹ് ഒരുപാട് സന്തോഷം, എന്താ പറയേണ്ടത് അറിയില്ല. അപ്പം ഇത്രയും ഉള്ള വീഡിയോ. ഒരുപാട് സന്തോഷമുണ്ട്. ഒരു നേരത്തെ അന്നത്തിനും വേണ്ടി ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ നമുക്കും ഒരു പങ്ക് തന്ന ഓൾക്ക് അതിൻ്റെ തക്കതായ പ്രതിഫലം കൊടുക്കട്ടെ. ആമീൻ. അപ്പം ഇത്രയൊക്കെയുള്ള വീഡിയോ. പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. എന്താ അറിയില്ല, ഭയങ്കര ടെൻഷൻ. നമ്മളിങ്ങനെ കിട്ടുമ്പോഴേ എന്താ അറിയില്ല, മനസ്സിക്ക് ഭയങ്കര എങ്ങനെ പറയാറിയതോ. ഭക്ഷണങ്ങളൊക്കെ ഇങ്ങനെ കിട്ടുക എന്ന് പറയുമ്പോഴേ നമ്മളെ എവിടെയോ ദൂരല്ല ഒരാള് നമ്മളെ മക്കൾക്കും വേണ്ടിക്കാണ്ട് ഇങ്ങനെയൊക്കെ തരുമ്പോൾ ഒരു സന്തോഷമല്ലേ. ഭക്ഷണ പദാർത്ഥങ്ങൾ പറയണത് എന്തായാലും നമ്മൾ ഒഴിവാക്കൂല അല്ലേ. നമ്മളെ മക്കൾക്ക് വെച്ച് കൊടുക്കും. ഒരുപാട് ഇഷ്ടത്തോടെ തരുന്നതാണ്,
അത്രയ്ക്കുള്ള വീഡിയോ. അസ്സലാമലൈക്കും. ഇതെന്താ പോലെ സലാം പറയും. അസ്സലാമു അലൈക്കും.